തിരുവനന്തപുരം മൃഗശാലയിൽ കടുവയുടെ ആക്രമണത്തിൽ ജീവനക്കാരന് പരിക്ക്. അനിമൽ കീപ്പർ രാമചന്ദ്രനാണ് പരിക്കേറ്റത്. കൂട് വൃത്തിയാക്കുന്നതിനിടയിലാണ് ആക്രമണം. കൈ പുറത്തിട്ട കടുവ തലയിൽ ആക്രമിക്കുകയായിരുന്നു. വയനാട് നിന്ന് എത്തിച്ച ബബിത എന്ന പെൺകടുവയാണ് ആക്രമിച്ചത്. തലയിൽ മുറിവേറ്റ രാമചന്ദ്രനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രശാന്ത് ശങ്കരമംഗലത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് തിരുവനന്തപുരം മൃഗശാലയിലെ ജീവനക്കാരന് കടുവയുടെ ആക്രമണത്തിൽ പരിക്കേൽക്കുന്നത്. വയനാട്ടിൽ നിന്ന് എത്തിച്ച ബബിത എന്ന പേരുള്ള നമുക്ക് ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. ഇതാണ് ബബിത. ഈ ജീവനക്കാരൻ രാമചന്ദ്രനെ ആക്രമിച്ച കടുവ ആക്രമണത്തിൽ പരിക്കേൽക്കുകയും ചെയ്തു. ചെറിയ സാരമായ പരിക്ക്, ഗുരുതരമായ പരിക്ക് അല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. 6 സ്റ്റിച്ചുകൾ മാത്രമാണ് തലയിൽ ഉണ്ടായിട്ടുള്ളതെന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. വയനാട്ടിൽ നിന്നെത്തിച്ച കടുവ ആണ്. 2024 ഏപ്രിൽ 27-ാം തീയതിയാണ് വയനാട്ടിൽ നിന്നും ഈ കടുവയെ തിരുവനന്തപുരം മൃഗശാലയിലേക്ക് എത്തിക്കുന്നത്. ആക്രമണകാരിയല്ലെന്നാണ് നമുക്ക് പ്രാഥമികമായിട്ട് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം വെറ്റിനറി സർജൻ കൂടി ചേരുന്നുണ്ട്. എങ്ങനെയാണ് ഈ രാവിലെയാണ് ഈ സംഭവം ഉണ്ടായതെന്നാണ് അറിയുന്നത്. കടുവ ആക്രമണകാരിയാണ്, എന്താണ് പറയാനുള്ളത്? ഇത് 6 വയസ്സുള്ള പെൺകടുവയാണ്. കടുവയാണ്. വയനാട് നിന്നാണ് കൊണ്ടുവരുന്നത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റാണ് നമുക്ക് തരുന്നത്. വലിയ പ്രായമില്ലാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൈകൾ ചെറുതാണ്. അപ്പോൾ ഇതിൻ്റെ ചെറിയ അഴികളുടെ ഇടയിൽ കൂടെ കൈ വേണമെങ്കിൽ പുറത്തേക്ക് വരുന്നിട്ടുണ്ടാവാം. അപ്പോൾ രാവിലെ കൂട് വൃത്തിയാക്കുന്നതിനിടയ്ക്ക് ഇത് കൈ പുറത്തിട്ട് ഒന്ന് മാന്തിയതാണ്. അപ്പോൾ തലയിലൊരു മുറിവാണ് ഉണ്ടായത്. ഏതാണ്ട് 4 സ്റ്റിച്ചുകൾ അതിനുണ്ട്. അദ്ദേഹം ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഡിസ്ചാർജ് ആയി വന്നിട്ടുണ്ട്. വലിയ ഗുരുതരമായ പരിക്കുകളല്ല. എത്ര വർഷത്തോളം പ്രായം വരുന്ന കടുവയാണിത് ബബിത? ഇത് ഏതാണ്ട് 6 വയസ്സ് പ്രായമുള്ളതാണ്. വനം വകുപ്പ് തന്ന ഡേറ്റ അനുസരിച്ച് 6 വയസ്സ് പ്രായമുള്ള. കഴിഞ്ഞ വർഷമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ആ സമയത്ത് ഇത് കുറച്ച് അൺഹെൽത്തി ആയിരുന്നു. കുറച്ച് രോഗങ്ങളും കുറച്ച് മുറിവൊക്കെ ഉണ്ടായിരുന്നു. ഫുൾ ഹെൽത്തി ആയതിനു ശേഷം നമ്മൾ കൂട്ടിലേക്ക് മാറ്റിയതാണ്. പരിശീലന കാലയളവിലൊക്കെ എങ്ങനെയാണ് ആക്രമണ സ്വഭാവം കാണിച്ചിരുന്നോ? നമ്മൾ പരിശീലിപ്പിക്കാറില്ല. നമ്മൾ ക്വാറന്റൈൻ മാത്രമേ ചെയ്യാറുള്ളൂ. ഒരു വൈൽഡ് അനിമലും അതിൻ്റെ സ്വഭാവത്തിൽ നിന്ന് വിട്ട് മാറില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ വൈൽഡ് ബിഹേവിയർ എൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും. അങ്ങനെ പ്രത്യേകമായിട്ടൊരു അറ്റാക്കിംഗ് ഒരു ബിഹേവിയർ കാണിച്ചിട്ടില്ല. നേരത്തെയും ഇതിനു മുമ്പ് ഇല്ല. അങ്ങനെ പ്രത്യേകമായിട്ട് അറ്റാക്ക് ചെയ്യുന്നതല്ല. പക്ഷേ കടുവ എല്ലാവരും അറ്റാക്ക് ചെയ്ത അനിമൽ തന്നെയാണ്. കടുവ എന്ന് പറയുന്ന ഒരു പ്രെഡേറ്റർ ആണല്ലോ. ഇതെങ്ങനെയാണ് തുടർന്ന് ഇനിയിപ്പോൾ മറ്റു ജീവനക്കാർക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ വല്ലതും നൽകിയിട്ടുണ്ടോ? തുടർന്ന് എങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള ജീവനക്കാർക്കെല്ലാം പ്രത്യേക നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. വളരെ ക്ലോസ് ആയിട്ട് കൂടിനടുത്തേക്ക് പോയിട്ട് വൃത്തിയാക്കേണ്ട ആവശ്യമില്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ശ്രദ്ധ വേണം എന്നുള്ളത് പ്രത്യേകമായിട്ട് മീറ്റിംഗ് കൂടി എല്ലാവരെയും അറിയിച്ചിട്ടുണ്ട്. ഇത് രാവിലെ എങ്ങനെ ഈ കൂടിനടുത്തേക്ക് എത്തിയപ്പോഴാണ് അതോ? അതെ, നമ്മൾ കൂടിനടുത്ത് പോയിട്ടാണ് ഇത് ക്ലീൻ ചെയ്യുക. ഹോസ് ഉപയോഗിച്ച് വെള്ളം അടിച്ചിട്ടാണ് കൂട് ക്ലീൻ ചെയ്യുക. അപ്പോൾ വെള്ളം ഇതിന് കുറച്ച് ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ വെള്ളം തെറിച്ചപ്പോൾ ഇത് ചിലപ്പോൾ അറ്റാക്ക് ചെയ്തതായിരിക്കാം. അങ്ങനെ അവരാണ്. ഭക്ഷണങ്ങളൊക്കെ നൽകുന്നത് എങ്ങനെയാണ്? അതും കൂടിനടുത്ത് പോയിട്ട് തന്നെയല്ലേ? അതെ, കൂടിനകത്ത് തന്നെയാണ് ഭക്ഷണം ഇടുന്നത്. അത് ഇറച്ചി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് കീപ്പർ ഇതേപോലെ ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുക. കടുവയുടെ മൂവ്മെൻറ്റ് നോക്കിയിട്ടാണ് ഇറച്ചി ഇട്ട് കൊടുക്കുക. അദ്ദേഹത്തെ ആശുപത്രി പ്രവേശിപ്പിച്ചല്ലേ? അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിച്ച് തിരിച്ച് ഡിസ്ചാർജ് ആയി വീട്ടിലെത്തിയിട്ടുണ്ട്. അതുതന്നെയാണ്. പരിക്ക് വളരെ ഗുരുതരമല്ല എന്നാണ് ഇപ്പോൾ വെറ്റിനറി സർജനും പറയുന്നത്. ഇന്ന് രാവിലെയോടുകൂടിയാണ് കടുവയുടെ ആക്രമണം ഉണ്ടാകുന്നത്. അത് കൂട് വൃത്തിയാക്കുന്ന സമയത്തായിരുന്നു. കൂട് വൃത്തിയാക്കാനായി കൂടിൻ്റെ സമീപത്ത് എത്തി. അവിടെ വെച്ചാണ് ഈ കൂടിന് പുറത്തുനിന്നും കൈ ഇട്ടുകൊണ്ട് ആക്രമിച്ചു എന്നാണ് ഇപ്പോൾ വെറ്റിനറി സർജനും പറയുന്നത്. എന്തായാലും പരിക്ക് വളരെ ഗുരുതരം അല്ല. അതാണ് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഈ രാമചന്ദ്രൻ ആശുപത്രിയിൽ പോവുകയും 6 സ്റ്റിച്ച് അദ്ദേഹത്തിൻ്റെ തലയിൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷം വീട്ടിൽ പോയി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ജീവനക്കാർക്ക് വേണ്ടത്ര നിർദ്ദേശം നൽകുന്ന സാഹചര്യമുണ്ട്. കാരണം ഇനി തുടർന്ന് കടുവയുടെ കൂടിനടുത്തേക്ക് എത്തുമ്പോൾ പെരുമാറേണ്ട രീതി അടക്കമുള്ളവ പറഞ്ഞു കൊടുത്തുവെന്നും വെറ്റിനറി സർജൻ നമ്മളോട് പറയുകയും ചെയ്തു. എന്തായാലും ഈ കാണുന്ന കടുവ അതാണ് ബബിത എന്നാണ് പേര്. വയനാട്ടിൽ നിന്ന് എത്തിച്ച കടുവയാണ്. കഴിഞ്ഞ വർഷമാണ്, അതായത് 2024 ഏപ്രിൽ 27-ാം തീയതിയാണ് കടുവയെ തിരുവനന്തപുരം മൃഗശാലയിൽ എത്തിക്കുന്നത്.